സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ദേവി നമഃ. ദേവി മഹാത്മ്യത്തിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ആദ്യം വായിക്കാനുള്ളതാണ് ഇന്ന് 21 മുതൽ 25 വരെയുള്ളതാണ് ഈ എപ്പിസോഡിൽ നമ്മൾ വായിക്കുന്നത്. നമുക്ക് വായിക്കാം. ആദ്യം കപോലൗ കാളികാ രക്ഷേത് കർണമൂലേതു ശങ്കരി നാസികായാം സുഗന്ധാജ ഉത്തരോഷ്ടേജ ചർച്ചിക അധരേ ചാമൃതകല ജിഹ്വായാം തു സരസ്വതീം ദന്താൻ രക്ഷതു കൗമാരീം കണ്ഠമധ്യേതു ചണ്ഡികാം ഗണ്ഡികാം ചിത്രകണ്ഠാജ മഹാമായാജ താലുകേ കാമാക്ഷി ചിമ്പുകം രക്ഷേത് വാജം മേ സർവമംഗളാം. ഗ്രീവായാം ഭദ്രകാളീജ പൃഷ്ടവംശേ ധനുർധരീം നീലഗ്രീവാം ബഹുകണ്ഠേ നളികാം നളകൂപരീം ഗഡ്ഗദാരണ്യുഭോ സ്കന്ധോ ബാഹുമേ വജ്രധാരണീം ഹസ്തയോർദണ്ഡിനീ രക്ഷേദംബികാം ചാങ്കുലിഷുജാം. ഇനി നമുക്ക് വായിച്ചതിൻ്റെ അർത്ഥങ്ങൾ നോക്കാം. പുരികങ്ങളുടെ മധ്യത്തിൽ, അതായത് കപോലൗ കാളികാരക്ഷേത് കർണമൂലേതു ശങ്കരി നാസികായാം സുഗന്ധാജ ഉത്തരോഷ്ടേജ ചർച്ചിക. പുരികങ്ങളുടെ നടുവിൽ ത്രിനേത്രയും നാസികാപുടത്തിങ്കൽ യമകണ്ഠയും നേത്രങ്ങളുടെ മധ്യത്തിൽ ശങ്കിനിയും ചെവികളിൽ ദ്വാരവാസിനിയും കപോലങ്ങളിൽ കാളികയും കർണമൂലത്തിങ്കൽ ശങ്കരിയും നാസികാദണ്ഡത്തിൽ സുഗന്ധയും ഉത്തരോഷ്ടത്തിൽ ചർച്ചികയും രക്ഷിക്കട്ടെ. ഓരോ ഭാഗങ്ങളെയും ഇതുപോലെ ദേവി രക്ഷിക്കട്ടെ. ഇനി അടുത്തത് ആദരേ ചാമൃതകല ജിഹ്വായാന്തു സരസ്വതീം ദന്താരക്ഷതു കൗമാരി കണ്ഠമധ്യേതു ചണ്ഡിക. അധരോഷ്ടത്തിൽ അമൃതകലയും നാക്കിൽ സരസ്വതി ദേവിയും ദന്തങ്ങളെ കൗമാരിയും കഴുത്തിൻ്റെ നടുവിൽ ചണ്ഡികയും രക്ഷിക്കട്ടെ. ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗത്ത് ഓരോ ദേവി ചൈതന്യം നമ്മളെ രക്ഷിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നാക്കിൽ സരസ്വതി, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? എന്താണ് അതിൻ്റെ അർത്ഥം നമ്മൾ ശരിക്കും? അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നമ്മുടെ ഓരോ ഭാഗത്തും ദേവി ചൈതന്യമാണ് നമ്മളെ രക്ഷിക്കുന്നതെങ്കിൽ നമ്മൾ അതുപോലെ സാത്വികമായ ഒരു സാത്വിക ബുദ്ധിയിലേക്ക് നമ്മൾ പോകും. അതായത് നാക്കിൽ സരസ്വതി വിളങ്ങുക എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? നാക്കിൽ സരസ്വതി വിളയാടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം പറയുക എന്ന്. അതുപോലെ തന്നെ വാക്ക് നമ്മുടെ എപ്പോഴും നല്ലതായിരിക്കണം എന്ന് പറയാറുണ്ട് അല്ലേ? വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഉപയോഗിക്കാൻ. നമ്മൾ ഭഗവത്ഗീതയിലായാലും എല്ലാ പുരാണങ്ങളിലും എല്ലാവിടെയും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നാക്കിൻ്റെ കാര്യം തന്നെയാണ്. നാക്ക് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കാൻ. അപ്പം അതിന് സഹായിക്കുന്നത് സരസ്വതി ദേവി. അപ്പം നമ്മൾ ദേവി മഹാത്മ്യമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കുറച്ച് നിർത്തി ക്ഷമയോടുകൂടി വാക്കുകൾ നല്ലതാക്കാൻ നമ്മൾ ശ്രമിക്കും. അതായത് നമ്മളുടെ വാക്കുകളാണല്ലോ നമ്മൾക്ക് നല്ലതും ചീത്തയും വരുത്തി വയ്ക്കുന്നത് അല്ലേ? നമ്മളെ വാക്കുകളാണ് നമുക്ക് ശത്രുക്കളെയും ബന്ധുക്കളെയും ഒക്കെ ഉണ്ടാക്കി തരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ നാക്കും അതുപോലെ നമ്മുടെ വാക്കും വളരെ നല്ലതാവാൻ നമ്മൾ ദേവിയോട് പ്രാർത്ഥിക്കണം. പിന്നെ ഗണ്ഡികാം ചിത്രകണ്ഠാജ മഹാമായാജ താലുകേ കാമാക്ഷി ചിമ്പുകം രക്ഷേൽ വാജം മേ സർവമംഗല. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ കണ്ഠമണിയെ ചിത്രകണ്ഠയും ഉൾനാക്കിനെ മഹാമാരിയും താടിയെ കാമാക്ഷിയും വാക്കിനെ സർവമംഗളയും രക്ഷിക്കട്ടെ. അങ്ങനെ രക്ഷിക്കുമ്പോൾ നമ്മൾ ദേവിയുടെ ഓരോ രൂപങ്ങൾ നമ്മുടെ ഓരോ ഭാഗത്തും രക്ഷിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ദേവി പലതരത്തിലും നമ്മളെ രക്ഷിക്കും എന്നുള്ളത് വളരെ പലർക്കും അനുഭവം ഉള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ സപ്തശതി, അതുപോലെ സപ്തശതി എന്ന് പറയുന്ന ഈ ദേവി മാഹാത്മ്യം
വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം നമ്മൾ വീട്ടിൽ പൂജിച്ചാൽ പോലും നമുക്കതിൻ്റെ കയ്യിൽ കൊണ്ടു നടന്നാൽ പോലും നമുക്കതിൻ്റെ ഫലം ലഭിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം അറിഞ്ഞ് വായിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ഫലം പറയാനില്ല അല്ലേ. വളരെയധികം നമുക്ക് ഐശ്വര്യം ഉണ്ടാവും. അപ്പോൾ ഗ്രീവായാം ഭദ്രകാളീജാം പൃഷ്ഠവംശേ ധനുർധരി നീലഗ്രീവാം ബഹുകണ്ഠേ നളികാം നളകൂപരി. അതെന്ന് വെച്ചാൽ എൻ്റെ കഴുത്തിനെ ഭദ്രകാളിയും കഴുത്തിൻ്റെ പിൻഭാഗത്ത് ധനുർധരിയും കണ്ട ബഹിർഭാഗത്ത് നീലഗ്രീവയും കണ്ടനാളത്തെ നളകൂപരിയും രണ്ട് തോളുകളെയും ഗഡ്ഗധാരിണിയും ബാഹുക്കളെ വജ്രധാരിണിയും ഹസ്തങ്ങളെ ദണ്ഡിനിയും വിരലുകളെ അംബികയും രക്ഷിക്കട്ടെ എന്ന്. അതായത് ഗഡ്ഗധാരിണി ഉപസ്കന്ധോ ബാഹുമേ വജ്രധാരിണി ഹസ്തയോർ ദണ്ഡിനി രക്ഷയത് അംബികാം ചാങ്കുലീഷിത്. അങ്കുലികളെ അംബിക രക്ഷിക്കട്ടെ. ഓരോ രൂപത്തിൽ ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഓരോ രൂപത്തിൽ ദേവി നമ്മളെ ഓരോ ഭാഗത്തും രക്ഷിക്കട്ടെ എന്ന് പറയണം. അപ്പോൾ അവയവങ്ങളെല്ലാം ദേവി ഓരോ അവയവങ്ങളെയും രക്ഷിക്കട്ടെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓരോ അവയവങ്ങളിലും ദേവി ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ദേവിയോടൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ കൊടുങ്ങല്ലൂർ കാലത്ത് വെളിച്ചപ്പാടുമാരുണ്ടാവുമല്ലോ അല്ലെ. അവരൊക്കെ കൊടുങ്ങല്ലൂർ ദർശനത്തിനൊക്കെ പോകും. ഇപ്പോൾ നമ്മൾ അവരുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ഇങ്ങനെ വാളിൽ പണമൊക്കെ വെച്ച് നമ്മൾ അനുഗ്രഹം വാങ്ങാൻ പോകില്ലേ. അപ്പം അങ്ങനെ അവർക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് നമ്മൾ അനുഗ്രഹം വാങ്ങാൻ പോകും. അങ്ങനെയൊക്കെ പോകുമ്പോൾ അവരൊക്കെ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ഇങ്ങനെ അത് ദേവിയാണ് അവരെ കൊണ്ട് പറയിക്കുന്നത്. ദേവി നമുക്ക് എന്താ ചെയ്തു തരിക എന്ന് പറയുന്നത്. അതായത് ദേവി നമ്മളെ കയ്യിലും കാലിനും ഒന്നും മുടക്കമില്ലാതിരിക്കട്ടെ അങ്ങനെ പറഞ്ഞ് അനുഗ്രഹിക്കാറുണ്ട് അല്ലേ. എന്തിനാ അങ്ങനെ പറയുന്നത്? അതായത് നമ്മുടെ കൈകാലുകൾക്ക് മുടക്കം വരാതിരുന്നാൽ മാത്രമേ നമുക്ക് അധ്വാനിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദേവി നമുക്ക് ധനം വേണം, ജീവിക്കാൻ ധനം വേണം, അതുപോലെ നമുക്ക് എല്ലാവിധ സന്തോഷങ്ങളും വേണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ എല്ലാ മനസ്സ്, ബുദ്ധി, അതുപോലെ നമ്മുടെ കൈകാലുകൾ എല്ലാം നന്നായിരിക്കണം അല്ലേ. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഒരു ജീവിതം നയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ ദേവിയോട് ധനം വേണം അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരണം എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും കുഴപ്പമൊന്നുമില്ലാതിരിക്കണേ, അതിനു വേണ്ടി ദേവി സഹായിക്കണേ എന്ന്. അപ്പം അങ്ങനെ ആവുമ്പോഴാണല്ലോ നമ്മൾക്ക് അധ്വാനിച്ച് ജീവിക്കാൻ പറ്റുക അല്ലേ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഓരോ ദേവിയെ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം അങ്ങനെ അതിന് ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല അനുഭവങ്ങൾ നമ്മൾ ഓരോരുത്തരിലും കേട്ടിട്ടുണ്ട് അല്ലേ. ഇപ്പം തന്നെ ഒരു ഒരാൾ ദേവി ഭക്തനായിരുന്നു. എപ്പോഴും ദേവി ഭാഗവതം ഇങ്ങനെ ദേവി മഹാത്മ്യം ദേവി മഹാത്മ്യം കയ്യിൽ വെച്ച് എവിടെയും സഞ്ചരിക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ദേവിയുടെ ഒരു സഹായം മൂലം ഒരു ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റി. അതായത് അയാൾക്ക് തോന്നി ഒരു ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ എന്തോ കാരണവശാൽ അയാൾക്ക് അവിടെ ഇറങ്ങണം എന്ന് തോന്നുകയെന്ന്. അപ്പം അങ്ങനെ അയാൾ അവിടെ ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ആ ബസ്സിൽ കുറേ പേർക്ക് അപകടമൊക്കെ സംഭവിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇറങ്ങാൻ തോന്നി? അപ്പോൾ ആ ദേവി ചൈതന്യത്തെ തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലുള്ള ആ ദേവി ചൈതന്യം ഉണർന്നിട്ട് നമുക്ക് അപകട സൂചനകൾ നേരത്തെ തരും. അപ്പോൾ അങ്ങനെ ഒക്കെ നമുക്ക് രക്ഷ കിട്ടും. നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ ദേവീകവചം വായിക്കാൻ ശ്രമിക്കുക. ദേവീകവചം വായിച്ചുകൊണ്ട് എല്ലാ ദിവസവും ദേവീകവചം വായിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ദേവിയുടെ ഒരു അനുഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.